യാതൊരുവിധ മടിയുമില്ലാതെ കൂസലില്ലാതെ ആലിമീങ്ങൾക്ക് മുന്നിലൂടെ അന്യരാകുന്ന പരസ്ത്രീകൾ നടക്കുന്ന കാലഘട്ടമല്ലയോ? ഹറാമിൻ്റെതാകുന്ന അവസ്ഥയിലേക്ക് ഈ സമുദായം എത്തിപ്പെട്ടില്ലയോ? ആരാണ് പ്രതിക്കൂട്ട് നിൽക്കുന്നത്? മുസ്ലിമേ, ഏത് കല്യാണ സദസ്സുകളിലാണ്, ഏത് സദസ്സിലാണ് പരിശുദ്ധരാകുന്ന ദീനനുസരിച്ചുകൊണ്ടുള്ള ദീനീ ചിട്ടയിൽ നടക്കുന്നതായ മജ്‌ലിസുകൾ എവിടെയാണ്? എല്ലാം ഹറാമിന്റെ കൂത്തരങ്ങുകളായി മുസ്ലിം സമുദായത്തിലെ ഏറ്റവും വലിയ ദീനുള്ളതാകുന്ന അപ്പോസ്തലന്മാരായി ജനങ്ങൾക്കിടയിൽ വിരാജിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ പോലും അത്തരത്തിലുള്ളതാകുന്ന മോശപ്പെട്ട പ്രവണതകൾ കണ്ടുവരുകയല്ലയോ? ദീന് പരിപൂർണമായി നഷ്ടപ്പെട്ടു പോയല്ലയോ? അറിവില്ലാത്ത സാഹചര്യം കടന്നു വന്നില്ലേ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അവസാന കാലഘട്ടം കടന്നു വരുമ്പോ, ലോകാവസാനം കടന്നു വരുമ്പോ, ഇമാം മഹദി റളിയല്ലാഹു അൻഹു കടന്നു വരുന്നതിന് മുമ്പ് യുർഫഉൽ ഇൽമു വയൽഹറൽ ജഹ്ലു, അറിവ് ലോകത്ത് എന്ന പരിപൂർണമായി ഇല്ലാതാവുകയാണ്. വിവരക്കേട് അധികരിക്കുമേ, ജനങ്ങൾക്കിടയിൽ അറിവില്ലായ്മ കൂടി വരുമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ 1400 വർഷം മുമ്പ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ഈ സമുദായത്തിലേക്ക്, ഈ കാലഘട്ടത്തിലേക്ക് നോക്കിയിട്ടല്ലേ പ്രിയപ്പെട്ട മുസ്ലിമേ? എവിടെ നോക്കിയാലും ദീനിൻ്റെതാകുന്ന ചിഹ്നങ്ങളുണ്ട്. പക്ഷേ ദീനിന്റെ പ്രവർത്തനങ്ങൾ അവരുടെ ജീവിതത്തിൽ വട്ടപൂജ്യമാണ്. അത് വിജ്ഞാനത്തിന്റെ മജ്‌ലിസിൽ വന്നിരിക്കുന്ന മനുഷ്യരുടെ ഇടയിലാണെങ്കിലും, അത് വാളിന്റെ മജ്‌ലിസിലാണെങ്കിലും, അത് വിവാഹത്തിന്റെ മജ്‌ലിസിലാണെങ്കിലും അറിവ് തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത പ്രവണതകൾ ഈ സമൂഹത്തിൽ കടന്നു വരികയല്ലോ. ഹറാമാകുന്ന തലത്തിലേക്ക് കണ്ണു പോകുകയല്ലേ? ഹറാമായ തലത്തിലേക്ക് കൈകൾ സഞ്ചരിക്കുകയല്ലയോ? എവിടെ നോക്കിയാലും അന്യരാകുന്ന സ്ത്രീ പുരുഷന്മാരുടെ സങ്കലനങ്ങളല്ലേ? മോശപ്പെട്ട വസ്ത്രവിധാനമല്ലേ? അല്ലാഹുവിന്റെ റസൂലും അംഗീകരിക്കാത്ത നിലയ്ക്കുള്ള വാദ്യമേളങ്ങൾ ഉപയോഗിച്ച് സിനിമാ പാട്ടുകൾ പാടി സിനിമാ നടീ നടന്മാരെ കൊണ്ടുവന്ന് ആഭാസത്തിന്റെ തുള്ളൽ നടത്തുകയല്ലയോ? നഊദു ബില്ലാഹ്. ഹറാമായ മേഖലകളിലേക്ക് ഈ സമുദായം മുന്നിട്ടിറങ്ങിയിരിക്കാൻ അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലയോ? അവസാന കാലഘട്ടം എത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യുർഫഉൽ ഇൽമു, അറിവ് ഉയർത്തപ്പെടും. അറിവുണ്ടാവൂല ആരിലും. വയൽഹറൽ ജഹ്ലു, വിവരക്കേട് അധികരിക്കും. എല്ലാവർക്കും വിവരക്കേടാണ്, കാണിക്കുന്നതൊക്കെ വിവരക്കേട്. അവസാന കാലഘട്ടം. അപ്പൊ അവസാന കാലഘട്ടം അടുക്കണ്ടേ? ലോകാവസാനം എന്തായാലും ഉണ്ട്. അപ്പൊ അതിന്റെ അടയാളങ്ങളുടെ വക്താക്കളായി നമ്മൾ മാറാൻ പാടില്ല. അങ്ങനെ മാറിയാൽ ലോകാവസാനം ഉടനടി ഉണ്ടാകും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. കേൾക്കുന്നുണ്ടാ? പറയില്ലേ? മഴയുടെ ശബ്ദം പ്രശ്നമില്ലല്ലോ? ഓക്കെയാണ്. അല്ല, മഴയിട്ട് വന്നിരിക്കുക, നീ റാഹത്തായിട്ട് ഉറങ്ങാം, സുഖമായിട്ട് ആയിക്കോട്ടെ. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ആ സൈഡിലിരിക്കുന്നവർ നനയോ? കുഴപ്പമില്ല. ചെറിയ എറിച്ചിലടിച്ചാൽ കുഴപ്പമില്ല, ഉറക്കം പോയി കിട്ടും. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കും. അപ്പൊ ഇൽമു പോയി. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഇൽമിനെ ഉയർത്തപ്പെടുക എന്ന് പറയുന്നത് അവസാന കാലഘട്ടം കടന്നു വരുമ്പോ ഇൽമു ഉയർത്തുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നല്ല നല്ല ആലിമീങ്ങളെ മരിപ്പിക്കുക എന്നാണ്. മനസ്സിലാക്കാം. قال رسول الله صلى الله عليه وسلم, നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഇന്നല്ലാഹ ലാ യഖ്ബിദുൽ ഇൽമ ഇന്തിസാഅൻ യന്തസിഉഹു മിനൽ ഇബാദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിനെ ഉയർത്തുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനുഷ്യരുടെ ഹൃദയത്തിൽ പഠിച്ചു വെച്ചിരിക്കുന്ന അറിവിന്റെ സാഗരങ്ങളെ അല്ലാഹു ഒറ്റയടിക്ക് പിടിച്ചു ഉയർത്തുമെന്നല്ല, ഹൃദയത്തിൽ നിന്ന് മറപ്പിക്കുമെന്നല്ല. മറിച്ചതിന്റെ അർത്ഥം എന്തെന്നറിയുമോ? വലാകിൻ യഖ്ബിദുൽ ഇൽമ ബിഖബ്ദിൽ ഉലമാ. ആലിമീങ്ങളാകുന്ന സമുന്നതരാകുന്ന പണ്ഡിതന്മാരുടെ മരണമാണ്, ഔലിയാക്കളുടെ മരണമാണ്, മഹത്തുക്കളാകുന്ന ആലിമീങ്ങളുടെ ഉലമാക്കളുടെ മരണമാണ്, അവരുടെ വഫാത്താണ്. അതിലൂടെ സർവർക്കും അല്ലാഹു നൽകിയിരിക്കുന്ന വിജ്ഞാനത്തെ ഉയർത്തിക്കളയുമേ എന്ന് നബിയുനാ ഷഫീഉനാ റസൂലുള്ളാഹി.
നമുക്കറിയാം നമ്മുടെ കാലഘട്ടത്തിൽ എത്രയോ സമുന്നതരാകുന്ന ആലിമീങ്ങൾ ജീവിച്ചു പോയിട്ടുണ്ട്. നമ്മൾ പറയാറുണ്ടല്ലോ, ഇന്ന ഉസ്താദ് മഹാനായ ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ, ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് നവ്വറല്ലാഹു മർഖദ, ഇങ്ങനെ അടങ്ങിയിട്ടുള്ളതാകുന്ന സർവ്വ മഹത്തുക്കൾ, അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ പ്രമുഖരാകുന്ന മഹത്തുക്കളാകുന്ന മണ്ണാർമല ബഹുമാനപ്പെട്ടതാകുന്ന അബൂബക്കർ മൗല അടക്കം അള്ളാഹുരുടെയൊക്കെ ദറജ ഉയർത്തുമാറാവട്ടെ. അവരൊക്കെ ദീനിന് വേണ്ടി നിലകൊണ്ട ആളുകളാണ്, ധാരാളം അറിവ് സമ്പാദിച്ചവരാണ്. അവരുടെ വഫാത്തിലൂടെ നഷ്ടമാകുന്നത് ഇൽമാണ്, അറിവാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെയുള്ളതാകുന്ന സമുന്നതരാകുന്ന വ്യക്തിത്വങ്ങൾ, ഞാൻ അവരെ എണ്ണുന്നില്ല, അലിമീങ്ങളുടെ പേരെണ്ണിയാൽ തീരുകയില്ല. അത്രമാത്രം സമുന്നതരാകുന്ന അലിമീങ്ങളുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇഷ്ടംപോലെ അലിമീങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് ഈ അടുത്ത് മരണപ്പെട്ടു പോയ ഒരുപാട് സമുന്നതരാകുന്ന അലിമീങ്ങളെ തന്നെ എണ്ണാൻ സാധിക്കും. അള്ളാഹു അവരുടെയൊക്കെ ദറജ ഉയർത്തുമാറാവട്ടെ, അവരുടെയൊക്കെ പൊരുത്തം അള്ളാഹു നമുക്ക് നൽകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അത്തരത്തിലുള്ളതാകുന്ന ഉലമാക്കളെ മരിപ്പിക്കലിലൂടെയാണ് ഇൽമിനെ ലോകത്ത് നിന്ന് ഉയർത്തപ്പെടുക. അവരുടെ മരണത്തോടുകൂടി അവർ പഠിച്ചു വെച്ച അറിവ് അസ്തമിക്കുകയാണ്. അത് തീരെയാണ്. ഒരു വലിയ ആലിമ, ആ ആലിമിനോളം എങ്ങനെ വന്നാലും എത്തൂല അവരുടെ ശിഷ്യന്മാർ, ഒരു നിലയ്ക്കും എത്തൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകപ്പെട്ട അറിവ് സ്വഹാബത്തിനുണ്ടാകുമോ? ഒരിക്കലും ഉണ്ടാവൂല. സ്വഹാബത്തിന് കിട്ടിയ അറിവ് ശേഷം വന്ന താബിഈകൾക്ക് അത്ര തന്നെ ഉണ്ടാകുമോ? ഒരിക്കലും ഉണ്ടാവുകയില്ല. എത്ര വലിയ അടുത്ത ശിഷ്യനായിരുന്നാൽ പോലും പൂർണ്ണതയിലേക്ക് എത്തുകയില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ഓരോ ആലിമീങ്ങൾ മരിക്കുമ്പോൾ മനസ്സിലാക്കണം, അവരിൽ നിക്ഷിപ്തമായ ഒരുപാട് അറിവിന്റെ സാഗരങ്ങൾ അതോടുകൂടി ഇല്ലാതാവുകയാണ്. പുതിയ തലമുറയിലെ ഉലമാക്കൾക്ക് പഴയ തലമുറയിലെ ഉലമാക്കളുടെ അത്ര അറിവുണ്ടാവൂല എന്ന് ഈ ഹദീസ് തന്നെ വ്യക്തമാണ്, സുവ്യക്തമാണ്. അത്രയേറെ ആഴത്തിലുള്ള പഠനങ്ങളും ഉണ്ടാവൂല. അള്ളാഹു നമുക്കൊക്കെ നാഫിയായ ഇൽമ നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഇൽമിനെ ഉയർത്തുക, അവസാന കാലഘട്ടത്തിൽ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം ഇതാണ്: നല്ല ആലിമീങ്ങളെ മരിപ്പിക്കലാണ്, അവരുടെ വഫാത്താണ് അതിന്റെ അടയാളമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അങ്ങനെ നല്ല ആലിമീങ്ങൾ മരിക്കുമ്പോഴോ അവസാനം എന്താകും? ഹത്താ ഇത്തഖദന്നാസു റൂസൻ ജുഹാലാ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അറിവില്ലാത്തതാകുന്ന ജനങ്ങളെ തലയിലേറ്റിക്കൊണ്ട് ജനങ്ങൾ നടക്കുമത്രേ. വിവരദോഷികളാകുന്ന ആളുകളെ പണ്ഡിതന്മാരാണെന്ന് കരുതിക്കൊണ്ട് ആളുകൾ തലയിലേറ്റി നടക്കുകയാണ്. വിവരദോഷികളാകുന്ന ആളുകളെ തലയിൽ വെച്ചുകൊണ്ട് നടക്കും. ഇയാള് നല്ല അറിവുള്ള ആളാന്ന് ധരിച്ച് നടക്കാൻ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നല്ല അറിവുണ്ടോ? ഒരു വിവരമില്ലാത്തതാകുന്ന കിഴങ്ങേശ്വരനാണ് അവൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, വിവരമില്ലാത്ത ആളുകളെയാണ് പിന്നെ ആളുകൾ തലയിൽ വെച്ചുകൊണ്ട് നടക്കുക. ഭയങ്കര സംഭവമായിട്ട് ഇയാൾക്ക് നല്ല അറിവാന്ന് കരുതിയിട്ട് ആളുകൾ കൊണ്ടു നടക്കും. അവരോട് ചില മസലകൾ ആളുകൾ ചോദിക്കും. അവരുടെ മുരീദായിട്ട് നിന്നിട്ട് ആളുകൾ മസലകൾ ചോദിക്കുമ്പോ വിവരക്കേട് കൊണ്ട് അവർ ഫത്വ കൊടുക്കും. അറിവില്ല, അവന് വിവരമില്ലല്ലോ. അപ്പൊ കൊടുക്കുന്ന ഫത്വ ഒക്കെ വിവരക്കേടാണ്, അറിവില്ലായ്മ കൊണ്ട് ഫത്വ കൊടുക്കാൻ. അതുകൊണ്ടുണ്ടാകുന്ന നാശം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫളല്ലു വഅളല്ലു. അവരും പിഴയ്ക്കുന്നു, അവർ മറ്റുള്ളവരെ പിഴപ്പിക്കുകയും ചെയ്യുന്നു. ആ ഫത്വയിലൂടെ, അറിവില്ലാത്തതാകുന്ന മറുപടിയിലൂടെ ഉണ്ടാകുന്നത് വലിയൊരു സമുദായത്തെ, സമൂഹത്തെ ഉന്മൂലനം ചെയ്യുകയാണ്, നശിപ്പിക്കുകയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഇന്ന് സമൂഹത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു ശൈഖിനെ തിരഞ്ഞെടുക്കുന്നെങ്കിൽ അയാൾ നല്ല സ്വാലിഹായ മനുഷ്യനാണ്, ഇബാദത്തുള്ള വ്യക്തിയാണ്, അള്ളാഹുവും റസൂലും പറഞ്ഞതനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തിയാണ് എന്ന തിരിച്ചറിവുണ്ടാവണം. 5 വഖത്ത് നിസ്കരിക്കുന്നവനായിരിക്കണം, ഒരു റവാത്തിബ് സുന്നത്ത് പോലും കളയാത്തവനായിരിക്കണം. അങ്ങനത്തെവനെ എന്താക്കാവുള്ളൂ? ശൈഖ് എന്ന് പറഞ്ഞ് നടക്കാവുള്ളൂ. അല്ലാതെ കാണുന്നതൊക്കെ ഞാൻ ശൈഖാണ് വരൂ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നവനെ ഒന്നും പുറകെ നമ്മൾ ഓകണം പാടില്ല. മനസ്സിലാക്കണം. رب ربنا ربه لم يعرفا ولم يروب ربيبه لكن أضل القوم بالآراء لا إله إلا الله
റബ്ബ റബ്ബിൻ എത്രയെത്ര തർബിയത്തിന്റെ വാഹകരാണ്. റബ്ബ റബ്ബിൻ റബ്ബഹു ലം യഅരിഫൻ വലം യറൂബ്. അല്ലാഹു എന്ന ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചറപ്പാകുന്ന സർവരക്ഷിതാവിനെ വേണ്ട രീതിക്ക് അറിയാത്തതാകുന്ന തർബിയത്തിന്റെ ശൈഖാണെന്ന് പറഞ്ഞടക്കുന്ന എത്രയെത്രതാകുന്ന മശായിഖന്മാരുണ്ട്. റബ്ബ റബ്ബിൻ റബ്ബഹു ലം യഅരിഫൻ. എത്രയെത്ര തർബിയത്തിന്റെ വാഹകരുണ്ട്. അവന്റെ സ്വന്തം റബ്ബാകുന്ന അല്ലാഹുവിനെ പോലും അവൻ യഥാർത്ഥത്തിൽ അറിഞ്ഞിട്ടില്ല. അങ്ങനത്തെ വലിയ വലിയ ശൈഖായി ചമഞ്ഞു നിൽക്കുന്ന ആളുകളുണ്ട്. അല്ലാഹയെ കുറിച്ച് വേണ്ട അറിവ് പോലും അവനില്ല. റബീബഹു ലാകിൻ അളല്ലൽ ഖൗമ ബിൽ ആറാഇറാ. ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് സമൂഹത്തെ വഴിപിഴപ്പിച്ചുകൊണ്ട് നടക്കുന്നതായ ആളുകളാണ് അക്കൂട്ടർ എന്ന് ഇമാമിയങ്ങൾ രേഖപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മൾ അക്കൂട്ടത്തിൽ നിന്ന് കാത്തു സംരക്ഷിക്കട്ടെ. എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറയാ, മസലകൾ പറയാ, ആളുകളെ ദീനിൽ നിന്ന് പരിപൂർണമായി വഴിപിഴപ്പിച്ചു വിടുക, അങ്ങനത്തെ ആളുകൾ സമൂഹത്തിലുണ്ട്, മനസ്സിലാക്കണം കേട്ടോ എന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് നമ്മൾ ഒരാള് നമ്മുടെ മഹല്ലിലെ ഉസ്താദ് അല്ലെങ്കിൽ മഹല്ലിലെ മുദരിസ് അല്ലെങ്കിൽ നല്ലൊരു വ്യക്തിത്വം അയാൾ തിരഞ്ഞെടുക്കുമ്പോ അയാളിലുള്ള ക്വാളിഫിക്കേഷൻ എന്താണ് എന്ന് നോക്കണം. 5 വഖത്ത് നിസ്കരിക്കുന്നവനാണോ, അതിന്റെ റവാത്തിബ് സുന്നത്തുകളെ ശ്രദ്ധിക്കുന്നവനാണോ. നിസ്കാരം ഇല്ലാത്ത ഒറ്റൊരുത്തനെയും ആരും പിടിക്കുകയെ ചെയ്യരുത്. ചില തരീഖത്തിന്റെ ആളുകൾ പറയും, നിങ്ങൾ എന്റെ കൂടെ കൂടിക്കോ, എനിക്കൊന്നും വേണ്ട, ഞാൻ ഒരു വിക്ർ 5 നേരം തരും, അത് ചെല്ലിയാ മതി. കള്ള ഹേവാനാണ് അവൻ, അവന്റെ പുറകെ പോകുകയും ചെയ്യരുത്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ചില ആളുകൾ അങ്ങനെ പെട്ടുപോയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ എത്രയോ ആളുകൾ, നമ്മുടെ ജില്ലയിലുള്ളവർ, പരിസര ജില്ലകളുള്ളവർ, എത്രയോ പാവപ്പെട്ടതാകുന്ന ഉലമാക്കൾ വരെ അത്തരത്തിലുള്ളതാകുന്ന ആളുകൾക്ക് സേവ ചെയ്യുന്നവരുണ്ട്, അടിമപ്പണി എടുക്കുന്നവരുണ്ട്. വ്യാജ തരീക്കത്തുകളെയും കള്ളത്തരീക്കത്തുകളെയും മനസ്സിലാക്കി കൊടുത്ത സമുന്നതരാകുന്ന ഉലമാക്കളെ പോലും ചീത്ത വിളിച്ചിട്ട് അന്നുള്ളതാകുന്ന അന്നം എങ്ങനെയെങ്കിലും കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് ഇത്തരക്കാരുടെ പിന്നിൽ പരിപൂർണമായി ഉറച്ചു നിൽക്കുന്നതായ മുസ്ലിം സമുദായത്തിലെ എത്രയോ ഉലമാക്കളുണ്ട്. അവരുടെ വാക്ക് കേട്ടുകൊണ്ട് പെട്ടുപോയി എത്രയോ പാവപ്പെട്ട സഹോദര സഹോദരിമാർ, എത്രയോ സമ്പത്താണ് ഇത്തരത്തിലുള്ള ആത്മീയ ചൂഷകരുടെ കൈവശം കൊണ്ടുപോയി നഷ്ടപ്പെടുത്തി കളഞ്ഞത്. അതുകൊണ്ട് നിങ്ങളുടെ ആഖിറം പണയപ്പെടുത്താൻ പാടില്ല, സൂക്ഷിച്ചു മുന്നേറണം. കാരണം ഇത് അവസാന കാലഘട്ടത്തിന്റെ സമയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷം മുമ്പ് വ്യക്തമായി സമുദായത്തെ ഉത്ബോധനം ചെയ്തതാണ്. നിങ്ങൾ കൃത്യമായും അടയാളപ്പെടുത്തണം, ഇൽമു ഉയർത്തപ്പെടുന്നത് ആലിമീങ്ങളുടെ മരണത്തോടു കൂടിയാണ്. അവർ മരിച്ചാൽ വിവരക്കേടിന്റെ വിവരദോഷികളാകുന്ന ആളുകൾ കടന്നു വരും. അവരെ പിൻപറ്റാൻ പാടില്ല. അവരെ പിൻപറ്റിയാൽ നിങ്ങളുടെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകും, വഴിപിഴച്ചു പോകുമെന്ന് പറഞ്ഞത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് പിഴച്ചു പോകരുത്. നമുക്ക് നൽകിയിരിക്കുന്ന ഈമാൻ അത് കാതലാണ്. നമ്മൾ നിലകൊള്ളുന്ന ഇസ്ലാം ഏറ്റവും സമ്പൂർണ്ണമാണ്. അതുകൊണ്ട് മോശപ്പെട്ട തലത്തിലേക്ക് നീ പോകരുത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച തിരുസുന്നത്തുകളെ പരിപൂർണമായി മുറുകെ പിടിക്കാൻ ഒന്നുപോലും കളയരുത്. قل إن كنتم تحبون الله فاتبعوني يحببكم الله. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകരെ വിളിക്കുകയാണ്, ലോകരെ പഠിപ്പിക്കുകയാണ്. നബിയേ, തങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്ന കുടുംബത്തോട്, സമൂഹത്തോട്, മുസ്ലിം അംഗമാരോട്, സഹോദര സഹോദരിമാരോട് പറയണേ, വിശ്വാസികളോട് പറയണേ, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ജഗന്നിയന്താവായ പരിപാലകനായ പടച്ച റബ്ബിനെ അന്വേഷിച്ചുകൊണ്ട് നിങ്ങൾ ത്വരീഖത്തിന്റെ മശായിഖന്മാരുടെ പിന്നിലൂടെ അണിനിരക്കുന്നവരാണോ, ഫത്തബിഊനി, നിങ്ങൾ എന്നെ പരിപൂർണമായി പിൻപറ്റണേ. യുഹിബ്ബുക്കും അല്ലാഹ്, അല്ലാഹുവിനെ ഇഷ്ടം വെക്കുന്നവർ പ്രവാചകനെ ഇഷ്ടം വെക്കുന്നവരാകണം. അല്ലാഹുവിനെ ഇഷ്ടം വെക്കുന്നവർ ഹബീബായ നബി തങ്ങളെ ഇഷ്ക് വെക്കുന്നവരാകണേ. ആ പ്രവാചകന്റെ പരിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വൽ കടന്നു വരുമ്പോ മനസ്സുകൊണ്ട് സന്തോഷിക്കുന്നവരാകണേ. ആ പ്രവാചകന്റെ തിരുസുന്നത്തുകൾ ജീവിതത്തിൽ അനുവാദം ചെയ്യുന്ന, പരിപൂർണമായി അനുധാവനം ചെയ്യുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ നിങ്ങൾ ഉൾപ്പെടണേ. എങ്കിൽ യുഹിബ്ബുക്കുമുല്ലാഹ്,
അല്ലാഹു നിങ്ങളെ ഇഷ്ടം വെക്കുമേ എന്ന് പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവിന്റെ ഇഷ്ടമാണോ നിനക്ക് വേണ്ടത്? പടച്ചറപ്പിന്റെ പൊരുത്തമാണോ സഹോദരാ നിനക്ക് വേണ്ടത്? പെങ്ങളെ, അല്ലാഹുവിന്റെ സംതൃപ്തിയാണോ നിനക്ക് കരഗതമാക്കേണ്ടത്? എന്നാൽ ലോകൈക ഗുരുവാകുന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടം വെക്കണേ. അവിടുത്തെ തിരുസുന്നത്തുകൾ ജീവിതത്തിൽ കൊണ്ടുവരണേ. അവിടുന്ന് പഠിപ്പിച്ചതാകുന്ന സർവ്വസുന്നത്തുകളും ജീവിതത്തിലേക്ക് നീ ഏറ്റെടുക്കാൻ തയ്യാറായാൽ, അവിടുത്തെ തിരുചര്യകൾ അനുധാവനം ചെയ്താൽ അല്ലാഹു നിങ്ങളെ ഇഷ്ടം വെക്കുമേ. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അല്ലാഹു നിങ്ങളുടെ എല്ലാ പാപങ്ങളും പുറത്തു നൽകുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ അല്ലാഹുവിനെ അന്വേഷിച്ചുകൊണ്ട് ഓടുന്ന ആളുകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അന്വേഷിക്കാനാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹിയെ പഠിക്കൻ, ആ പ്രവാചകനെ അനുധാവനം ചെയ്യാൻ, അവിടുത്തോട് ഇഷ്ക് വെക്കിൻ, അവിടുത്തോട് അനുരാഗം വെച്ച് പുലർത്തിൻ, അവിടുത്തെ സ്നേഹിക്കുകയും അവിടുത്തെ തിരുചര്യകളെ അനുധാവനം ചെയ്യുകയും ചെയ്യും. അവിടുന്ന് എങ്ങനെ പഠിപ്പിച്ചു, എങ്ങനെ നിസ്കരിച്ചു, അതേപോലെ നിങ്ങൾ നിസ്കരിക്കാൻ. സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിങ്ങൾക്ക് നിസ്കരിച്ച് കാണിച്ചു തരുന്നത് പോലെ നിങ്ങൾ നിസ്കരിക്കണേ. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിസ്കാരം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുപോലെ ഹജ്ജിന്റെ കർമ്മങ്ങൾ, ഖുദൂ അന്നി മനാസികക്കും, നിങ്ങളുടെ ഹജ്ജിന്റെ കർമ്മങ്ങൾ എന്നിൽ നിന്ന് നിങ്ങൾ പഠിച്ചെടുക്കണേ. ഹബീബ് മുഹമ്മദ് മുസ്തഫ നബി തങ്ങൾ എങ്ങനെ ഹജ്ജ് ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെ ഉംറ നിർവഹിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെ നിസ്കരിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണ് കിടന്നുറങ്ങിയത്, പ്രവാചകൻ എങ്ങനെയാണ് എഴുന്നേറ്റത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണ് വുളൂ ചെയ്തത് തുടങ്ങിയ സർവ കാര്യങ്ങളും പഠിച്ച് അത് അനുധാവനം ചെയ്താൽ അല്ലാഹുവിന്റെ മഹബ്ബത്ത് നിനക്ക് ഉറപ്പാണ്. നിന്റെ എല്ലാ പാപങ്ങളും പൊറുക്കുകയും ചെയ്യും. ഇത് പറഞ്ഞതാരാ? അല്ലാഹു തന്നെ വിശുദ്ധ ഖുർആനിൽ അടയാളപ്പെടുത്തിയതാണ്. നമ്മൾ ഇത് നഷ്ടപ്പെടുത്തിയിട്ട് പ്രവാചകന്റെ സുന്നത്തൊന്നുമില്ല. നബിതങ്ങൾ പറഞ്ഞ ഒരു സുന്നത്തും എടുക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാകുന്ന ചര്യയുമില്ല. അവിടുന്ന് നിർബന്ധമാക്കിയ ഫറലായ നമസ്കാരങ്ങളുമില്ല. എന്നിട്ട് ഏതെങ്കിലും കള്ളത്തൊരീക്കത്തും വ്യാജ തൊരീക്കത്തുകളുടെയൊക്കെ പിറകെ ഓടിയാൽ ഈ സമുദായം ഒരിക്കലും രക്ഷപ്പെടുകയില്ല. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ മനസ്സിലാക്കി, പരിശുദ്ധ ഇസ്ലാമാണ് സമ്പൂർണമായ മതം. ആ മതത്തിൽ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നതാകുന്ന ആദർശത്തിൽ ഈമാൻ സലാമത്താക്കി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും വമ്പിച്ച വിജയം. അതുകൊണ്ടാണ് 5 നേരവും നമ്മൾ ഫാത്തിഹ സൂറത്ത് ഓതുമ്പോൾ എന്ത് അള്ളാഹുവിനോട് ചോദിക്കുന്നത്? ഹിദായത്ത് ചോദിക്കുന്നത്. ഫാത്തിഹ സൂറത്തിലുള്ള ആകെയുള്ള ദുആ ആണ് എന്ത്? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. ബാക്കിയൊന്നും ദുആ ഇല്ല. നോദിക്കേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇതൊന്നും ദുആ ഇല്ല. ആദ്യം ബിസ്മി ചൊല്ലി, പിന്നെ അല്ലാഹുവിനെ സ്തുതിച്ചു, പിന്നെ അവന്റെ വിശേഷണം പറഞ്ഞു. അർ-റഹ്മാനിർ റഹീം, കരുണാമയനും കരുണാവാരിധിയുമാണെന്ന് വിലയിരുത്തി. മാലികി യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനാണെന്ന് സമ്മതിച്ചു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നോട് സഹായം തേടുന്നു, നിന്നെ മാത്രം ആരാധിക്കുന്നു എന്നൊക്കെ നമ്മൾ സമ്മതം പറഞ്ഞു. ഒക്കെ പറഞ്ഞതിന് ശേഷം അല്ലാഹുവിനോട് പറയുകയാണ്, വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്തതിനു ശേഷം പറയുന്നു ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. അവിടെ മുതലാണ് ദുആ. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين.
അല്ലാഹുവേ നീ സന്മാർഗത്തിലാക്കിയവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ചേർക്കണേ അല്ലാ. നീ വഴിവേഴപ്പിച്ചതാകുന്ന കൂട്ടരിലും കോപിച്ചതാകുന്ന അഹ്ലുകാരിലും ഞങ്ങളെ ഉൾപ്പെടുത്തരുത് അല്ലാ. പിന്നെ അങ്ങോട്ട് ദുആ എന്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ചോദിക്കാൻ, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, അല്ലാഹുവേ നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ നയിക്കണേ അല്ലാ, നീ എത്തിക്കണേ അല്ലാ. ഏതായി നേരായ മാർഗം? സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചതാകുന്ന അമ്പിയാക്കൾ, ഔലിയാക്കൾ, മഹത്തുക്കളാകുന്ന ആളുകളില്ലേ, അവരോടൊപ്പം ഞങ്ങളെ നീ ചേർക്കണേ അല്ലാ. അല്ലാഹു അനുഗ്രഹിച്ചവരാര്? അത് മറ്റൊരായത്തിലൂടെ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ആയത്ത്? വമയ്യുതിഇല്ലാഹ വറസൂൽ ഫൗലൈക അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീൻ والصديقين والشهداء والصالحين. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചതായ വിഭാഗങ്ങൾ ആരെന്നറിയുമോ? അത് അമ്പിയാക്കളാണ്, അത് സാലിഹീങ്ങളാണ്, അത് ശുഹദാക്കളാണ്, അത് സിദ്ദീഖീങ്ങളാണെന്ന് പരിശുദ്ധമായ ഖുർആൻ. വമൻ യുതിഇല്ലാഹ വറസൂൽ فأولئك أنعم الله عليهم من النبيين والصديقين والشهداء والصالحين. അല്ലാഹു അനുഗ്രഹിച്ചതായ ആളുകളാണ് അമ്പിയാക്കൾ, സിദ്ദീഖീങ്ങൾ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലെയുള്ള മഹത്തുക്കളുടെ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ടതാകുന്ന ശുഹദാക്കൾ, ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുമുള്ള ശുഹദാക്കളുടെ കൂട്ടത്തിൽ, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടത്തിൽ, സാലിഹീങ്ങളാകുന്ന സജ്ജനങ്ങളാകുന്ന മുഅ്മിനീങ്ങളുടെ മുഅ്മിനാത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് അല്ലാഹു അനുഗ്രഹിച്ച വിഭാഗം. അല്ലാഹു പറയാൻ ഫൗലൈക അൻഅമല്ലാഹു അലൈഹിം, അവരുടെ മേൽ അല്ലാഹു അനുഗ്രഹിച്ചിരിക്കുന്നു. അവരാരാ? മിനൻ നബിയ്യീന വസ്സദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അപ്പൊ ആ കൂട്ടത്തിൽ ചേർക്കാനാണ് നമ്മൾ 5 നേരം എന്ത് ചോദിക്കുന്നത്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടേതാകുന്ന പാതയിലേക്ക് ഞങ്ങളെ നീ ചേർക്കണേ അല്ലാഹ്. അനുഗ്രഹിച്ചവരാരൊക്കെയാ? അമ്പിയാക്കൾ, മഹത്തുക്കളാകുന്ന ശുഹദാക്കൾ, സ്വാലിഹീകളാകുന്ന വ്യക്തിത്വങ്ങൾ, സിദ്ദീഖീങ്ങൾ. ഈ കൂട്ടരിലേക്ക് ചേർക്കണേന്നാ നമ്മൾ 5 നേരം ചോദിക്കുന്നത്. അപ്പൊ ഈമാൻ നിലനിർത്താൻ വേണ്ടി നമ്മൾ ചോദിക്കാൻ. ഇപ്പൊ ശാഫിഈ മദ്ഹബുകാർ നമ്മുടെ ഈ കൂട്ടത്തിലുണ്ടാവും. ഒന്ന് കൈറുത്തിക്ക് എത്ര പേരുണ്ട് ഷാഫി മദ്ഹബ്? ഷാഫി മദ്ഹബിലുള്ളവർ ഉണ്ടോ? കൂടുതൽ ആളുകൾ ഷാഫി മദ്ഹബാണ്. ഷാഫിഈ മദ്ഹബിലുള്ള ആളുകൾക്ക് ഇമാമും മഅ്മൂമും എന്തോദണം? ഫാത്തിഹ സൂറത്ത് ഓതണം എല്ലാ റക്അത്തിലും. ശരിക്കും ശ്രദ്ധിക്കണേ. ഇമാമിനോടൊപ്പം നിസ്കരിക്കുന്നതായ മഅ്മൂമീങ്ങളാകുന്ന, ഇമാമിനോടൊപ്പം തുടക്കത്തിലെ തുടർന്ന് നിസ്കരിക്കുന്നവർക്കാണ് എന്ത് പറയുക? മഅ്മൂം എന്ന് പറയുക. പിന്തി തുടർന്നവർക്ക് എന്ത് പറയും? മസ്ബൂക്ക് എന്ന് പറയും. ശരിക്കും ശ്രദ്ധിക്കണേ. കുറെ വൈകി തുടർന്നവൻ എന്താ പറയാ? മസ്ബൂക്ക്, പിന്തി തുടർന്നവൻ. ഇമാമിനോടൊപ്പം നേരത്തെ തുടർന്നവനാണ് ആദ്യമൂലം ഉണ്ട്, അവന്റെ പേരെന്താണ്? മഅ്മൂം. അല്ലേ? മഅ്മൂം എന്നാ പറയാ. ഇങ്ങനെയുള്ള വ്യക്തിക്ക് ഇമാമിനും മഅ്മൂമിനും എന്ത് നിർബന്ധമാണ് ഷാഫി മദ്ഹബിൽ? എന്തിൽ? ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്. ഇപ്പൊ നമ്മൾ റമദാനിൽ തറാവീഹ് നിസ്കരിക്കുകയാണെങ്കിൽ പോലും നിർബന്ധമാണെന്നായി പറഞ്ഞതിന്റെ അർത്ഥം. എന്ത്? ഫാത്തിഹ നിർബന്ധമാണ്, സൂറത്തല്ല. ഫാത്തിഹ മസ്റ്റാണ്. ഇമാമിന്റെ ഓത്തൊക്കെ കേട്ട് അങ്ങനെ നിന്ന് അവസാനം ഫാത്തിഹ ഓതാതെ എന്ത് ചെയ്യാൻ പാടില്ല? നീ റുക്കൂഅ് ചെയ്യാൻ പാടില്ല.
പാടില്ല, ഫാത്തിഹ നിന്റെ മേൽ മസ്റ്റാണ്. നീ പിന്തി തുടർന്നവനാണ്, മസ്ബൂക്കാണ്. വന്ന് കൈകെട്ടി ഈയത്ത് വെച്ച് കൈ അങ്ങോട്ട് കെട്ടിയപ്പോ ഇമാം എങ്ങോട്ട് പോയി? സൂറത്ത് ഓതിയിട്ട് വേഗം റുക്കോയിലേക്ക് പോയി. എന്നാൽ നീ എന്ത് ചെയ്താൽ മതി? വേഗം അനക്കമടങ്ങിക്കൊണ്ട് തന്നെ റുക്കോയിലേക്ക് വന്ന് അനക്കമടങ്ങി റുക്കോയിലെത്തിയതിനു ശേഷം സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി എന്ന് ഒരു പ്രാവശ്യം നിനക്ക് പറയാൻ കറക്റ്റായിട്ട് അനക്കമടങ്ങി പറയാൻ പറ്റിയാൽ ആ റക്അത്ത് നിനക്ക് കിട്ടി. ഇതാണ് മദ്ഹബിന്റെ വീക്ഷണം. അങ്ങനെയല്ലേ? ആ റക്അത്ത് നമുക്ക് കിട്ടണം. ആ റക്അത്ത് കിട്ടുക ഇങ്ങനെയാണ് കിട്ടുക. നേരെ വന്ന് നമ്മൾ കൈകെട്ടി നിയ്യത്ത് വെച്ച് കൈകെട്ടി റുക്കോയിലേക്ക് വന്നു. റുക്കോയിലേക്ക് വരുന്നതിന് മുമ്പ് ഇമാം എങ്ങോട്ട് എഴുന്നേറ്റു? സമിഅല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞാൽ പോയി. ചിലരെന്ത് ചെയ്യൂല, മടി കൊണ്ട് പതുക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങോട്ട് പോകുന്ന വഴിക്കാൻ സുബ്ഹാന റബ്ബിയൽ, പിന്നെ ആ റക്അത്ത് അവൻ എഴുന്നേക്കൂല. അവന്റെ നിസ്കാരം ബാത്തിലാവും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. കാരണം എന്താ? 4 റക്അത്തുള്ള നിസ്കാരം നീ 3 റക്അത്തെ നിസ്കരിച്ചിട്ടുള്ളൂ. ചിലമാർ ഉടായിപ്പെടുക്കും. എന്ത്? ഇമാമ റുക്കോയിലേക്ക് അങ്ങ് പോയിട്ട് സമിഅല്ലാഹു ലിമൻ ഹമിദ പറയുമ്പോഴേ ഇവൻ വന്നേക്കുന്നത്. കാരണം ഇത് കഴിഞ്ഞിട്ട് മഗ്രിബ് നിസ്കാരത്തിന് റമളാനിൽ പങ്കെടുക്കാൻ ആദ്യത്തെ റക്അത്തിൽ എങ്ങനെ സംഭവിച്ചു? സലാം വീട്ടിയ ഉടനെ വെളിയിൽ നല്ല പൊറോട്ടയും ബീഫും വിതരണം ചെയ്യും. അവന്റെ നിയ്യത്ത് അതാണ്. അത് കഴിഞ്ഞാൽ അത് പോകും. റക്അത്ത് കൂടെ നിസ്കരിച്ചിട്ട് വരുമ്പോൾ വില്ലന്മാര് വേഗം പോയിട്ട് അത് കൈക്കലാക്കും. അതിന് മുമ്പ് എന്ത് ചെയ്യണം? 2 പൊറോട്ടയും ബീഫ് ചാറും കിട്ടണം. ഏറ്റവും വലിയ നിയ്യത്തായിട്ട് ഇത് കളഞ്ഞു. വളരെ ശ്രദ്ധിക്കണം. എങ്ങനെ വരണം? ഇമാമിനോടൊപ്പം റുക്കോയിൽ തന്നെ അനക്കമടക്കം, അത് പരിപൂർണമായ അനക്കമടങ്ങി നിന്നുകൊണ്ട് എന്ത് പറയാൻ സാധിക്കണം? ഒരു വട്ടമെങ്കിലും സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി എന്ന് പറയാൻ പറ്റണം. അപ്പോഴേ അത് പറഞ്ഞതിന് ശേഷമാണ് ഇമാം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതെങ്കിൽ നിന്റെ ആ റക്അത്ത് ഓക്കേ. അല്ലാഹു ഇനി എല്ലാം തിരിച്ചു നിസ്കരിക്കണമല്ലോ ഉസ്താദ്. ഏകദേശം കാര്യം തീരുമാനം. ഇതൊക്കെ നമ്മൾ പണ്ട് പഠിച്ച മസലകളാണ്. പണ്ടുള്ള വായതുകളിലൊക്കെ ഇതൊക്കെ ഈ മസലകൾ കൂടി കയറി വരും. ഇന്ന് ഈ മസലകളൊന്നും ചർച്ച ചെയ്യാതെ വെറുതെ ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ ആളുകൾ ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. നമ്മൾ ഈ സദസ്സിൽ വന്നിട്ട് പിരിതിരിഞ്ഞു പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു അറിവ് ജീവിതത്തിൽ കിട്ടണം. അതിനാണ് ഞാൻ ഇങ്ങനെ പതുക്കെ ഇത് പറയുന്നത്. ശരിക്കും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. പുരുഷന്മാർ ശ്രദ്ധിച്ചോ? അപ്പൊ എന്ത് ഓതണം? ഫാത്തിഹ സൂറത്ത് ഇമാമും മഅ്മൂമും ഓതണം. ഇപ്പൊ ഈ പിന്തി തുടർന്നവന്റെ പേരെന്താ? മസ്ബൂക്ക്. അവന് ഫാത്തിഹ ഓതണോ? വേണ്ട. അവൻ വന്ന് വേഗം നിയ്യത്ത് ചെയ്ത് കൈകെട്ടി ഇമാം റുക്കോയിലേക്ക് പോയതാണ്. അവൻ വേഗം തന്നെ എന്ത് ചെയ്താൽ മതി? റുക്കോയി ചെയ്താൽ മതി. അപ്പൊ അവന്റെ ഫാത്തിഹയോ അവന്റെ ഫാത്തിഹ ഇമാമിന്റെ ഫാത്തിഹയിലൂടെ പരിഗണിക്കപ്പെടും. അത് അവനുള്ള ഒരു റുഖ്സയാണ്, ഇളവ് കൊടുത്തിരിക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് ഇനി എപ്പോഴും പിന്തിച്ചെല്ലാൻ കരുതരുത്. മസ്ബൂക്കായ മനുഷ്യൻ ഇമാമിനോടൊപ്പം തക്ബീറത്തുൽ ഇഹ്റാം യോജിച്ചു വരുന്നവന് വലിയ പ്രതിഫലമാണ്. അല്ലാഹു നമുക്കത് തൗഫീഖ് നൽകട്ടെ. കാമത്ത് കൊടുത്തു, അപ്പൊ നമ്മുടെ സഫിലുണ്ടാകണം. ഇമാമിന്റെ വലത് ഭാഗത്ത് മുഅദ്ദിനോടൊപ്പം തന്നെ ചേർന്ന് അവ്വല് സഫിൽ നിൽക്കലാണ് ഏറ്റവും പുണ്യം. ചിലരിങ്ങനെ ബാക്കി നട്ട് പുറകിലോട്ട് തള്ളിവിടുന്നത് അത് നല്ല സ്വഭാവത്തിൽപ്പെട്ടതല്ല. കാരണം കൂലി വേറൊരുത്തം കൊണ്ടുപോവാൻ. ഫ്രണ്ടിൽ നിന്ന് എങ്ങാനും വല്ല പൊതി വിതരണം ചെയ്യുകയാണെങ്കിൽ ഇവൻ അങ്ങോട്ട് തള്ളിവിടുവോ? അതിനെ പിടിച്ച് ഇങ്ങോട്ട് വെക്കും. ഞാൻ ആ ഫ്രണ്ട് ഇന്നേന്ന് പറയും. ഇത് പൊതിയൊന്നും ഇല്ലല്ലോ, കൂലിയല്ലേ ഉള്ളൂ. കൂലിക്ക് വലിയ താല്പര്യമില്ല. കൂലി നാളെയല്ലേ കിട്ടുന്നത്. ഇപ്പൊ നീ കയറി എന്നോളാൻ പറ. കാരണം എന്താ? കയറാത്തതിന്റെ കാര്യം എന്താ? ഫാനിന്റെ ലീഫ് ഇവന്റെ തലയുടെ മേളിൽ അയക്കുന്നത്. കറക്റ്റ് കാറ്റ് ഇവിടെ കിട്ടും. അങ്ങോട്ട് കയറി ചൂടെടുക്കും. അതുകൊണ്ട് ഇവൻ നേരത്തെ അവല് വന്ന് ഫാനിന്റെ ചുവട്ടിൽ വന്ന് നിൽക്കാൻ കയറിക്കോളെ. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഇതൊക്കെ നമ്മുടെ മഹല്ലുകളിൽ നടക്കുന്ന സംഭവങ്ങളായി പറയുന്നത്. സാധാരണ രീതി നമ്മൾ കാണുന്ന സംഭവങ്ങളാണ്. നേരത്തെ വന്ന് ഏതെങ്കിലും ഫാനിന്റെ ലീഫുള്ള സ്ഥലത്ത് വന്ന് അവിടെ നിൽക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും പോവില്ല. AC ആണെങ്കിൽ പിന്നെ ഓക്കെ, ആഹത്ത് എവിടെ എന്നാലും ഒരേപോലെ അടിക്കുമെന്നുള്ളതുകൊണ്ട് കയറി നിൽക്കാൻ തയ്യാറാണ്. കൂലി നഷ്ടപ്പെട്ടു പോവാൻ നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒന്നാമത്തെ സഫിന്നതാകുന്ന മഹത്വം ഈ സമുദായം അറിഞ്ഞിരുന്നുവെങ്കിൽ ലസ്തഖമോ, അവരതിനു വേണ്ടി നറുക്കെടുപ്പ് നടക്കുമായിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. ലൗ യഅലമിൻ നാസു മാ ഫിസ് സഫിൽ അവ്വലി ഇല്ലാ അൻ യസ്തഖമു ലസ്തഖമു. ഒന്നാമത്തെ സഫിന്നതാകുന്ന മഹത്വം ഈ സമുദായം അറിയുകയും അത് നറുക്കെടുപ്പിലൂടെയല്ലാതെ അത് കിട്ടുകയില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിയാൽ ആ നറുക്കെടുപ്പിന് വേണ്ടി മത്സരിക്കുമായിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. അത്ര കൂലിയാ ഒന്നാമത്തെ സഫ്. കളയരുത്, വേറെ ഒരുത്തിനെ കിട്ടാൻ കൊടുക്കരുത്. നമ്മൾ പരമാവധി മുതലാക്കണം എന്നർത്ഥം. അവിടെയൊക്കെയാണ് നമ്മൾ മത്സരിക്കേണ്ടത്. ഫല്യതനാഫസിൽ മുതനാഫിസൂൻ, മത്സരിക്കുന്നവർ ഇത്തരത്തിലുള്ള ദീനിന്റെ വിഷയത്തിൽ മത്സരിക്കട്ടെ എന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു തൗഫീഖ് തരട്ടെ.
അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പിന്തിത്തുടർന്നവന്റെ ഫാത്തിഹ പ്രശ്നമല്ല, അത് ആര് വഹിച്ചുകൊള്ളും. ശ്രദ്ധിക്കണേ, ആര് വഹിക്കും? ഇമാമ് വഹിക്കും. ഇമാമിനോടൊപ്പം നേരത്തെ തുടർന്ന മഅ്മൂമ് എന്ത് ഓതണം? ഫാത്തിഹ സൂറത്ത് മസ്റ്റാണ്, ഓതിയേ പറ്റുള്ളൂ. ഓതിയില്ലെങ്കിലും ഉസ്താദേ ഞങ്ങൾ തറാവീനൊന്നും ഓതിയില്ലായിരുന്നു, അത് തീരുമാനമായി. ആ നിസ്കാരമൊക്കെ പോയിട്ടുണ്ട്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതപ്പോ പറഞ്ഞു, ഇനിയുള്ളത് ശ്രദ്ധിക്കാനായി പറയും. അപ്പൊ ഇമാമിനോടൊപ്പം നിസ്കരിക്കുന്ന നിസ്കാരമൊക്കെ ശാഫിഈ മദ്ഹബുകാർ എന്തുകൂടി ഓതിയിരിക്കണം? ഫാത്തിഹ മസ്റ്റാണ്. ഫാത്തിഹ മസ്റ്റാണ്. ലാ സ്വലാത്ത ലിമൻ ലം യഖറഅ ബിഫാത്തിഹത്തിൽ കിതാബ്. ഫാത്തിഹ സൂറത്ത് ഓതാത്തവന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയേ ഇല്ല, അല്ലാഹു കബൂലാക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഫാത്തിഹ ഓതിയില്ലേ നിസ്കാരം സ്വീകരിക്കില്ല. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അപ്പൊ 5 വഖത്താണ് നമുക്കുള്ളത് അല്ലേ? സുബഹി, ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ, 5 വഖത്ത്. എത്ര റക്അത്തുണ്ട് ടോട്ടൽ? 17 റക്അത്ത്. സുബഹി 2, ളുഹർ 4, അസ്ർ 4, മഗ്രിബ് 3, ഇശാ 4. എത്രയായി ടോട്ടൽ? എത്രയായി? 17 റക്അത്ത് ഫർളാണ്. ഈ 17 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചില്ലേലും ഒരു മോമിനായ മനുഷ്യൻ ബുദ്ധിയും ബോധമുണ്ടോ? നിസ്കരിച്ചേ പറ്റൂ. എന്ത് നിസ്കരിക്കണം? ഈ ഫർള് നിസ്കരിച്ചിരിക്കണം. അതിന് മുമ്പ് ശേഷമുള്ള റവാത്തിബോ അതെടുത്താൽ നിനക്ക് കൂലി. നിനക്ക് ഈ ഫർളിലുള്ള എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അള്ളാഹു പരിഹരിച്ചു തരും. നിന്റെ ദറജ ഉയരാൻ കാരണമാകും. സ്വർഗത്തിലേക്കുള്ള പദവി ഉയരും. ഒരുപാട് കാര്യങ്ങൾ ഫളീലത്തുണ്ട് സുന്നത്ത് അധികരിപ്പിച്ചാൽ. അള്ളാഹു അത് മുറുകെ പിടിക്കാൻ തൗഫീഖ് തരട്ടെ. ഫർള് എന്തായാലും നിസ്കരിച്ചിരിക്കണം. അത് നിസ്കരിക്കാതിരിക്കാൻ പറ്റൂല. അത് നിസ്കരിക്കാത്തവനെ അടങ്ങാറായിരിക്കും. എന്ത് ചെയ്തിട്ടും കാര്യമില്ല. നിസ്കാരം ഒഴിച്ചിട്ടുള്ള ഒരു പരിപാടിയും ഗുണമില്ല. അത് മനസ്സിലായിരിക്കും. ഏത് തരീഖത്തിൽ പോയി കടന്നാലും, എത്ര വലിയ കുത്തുബുൽ കിതാബിന്റെ കാൽച്ചുവട്ടിലേക്ക് നീ നിലകൊണ്ടാലും, ഏതെല്ലാം മശായിഖന്മാരെ കൊണ്ട് നീ ആരംഭിച്ചാലും, വല്ലാഹി സുമ്മ വല്ലാഹി നിസ്കാരമില്ലാത്തവന് ആഖിറവില്ല. നിസ്കാരമില്ലാത്തതുകൊണ്ട് യാതൊരു കാര്യമില്ല. പൊറോട്ട, ഇറച്ചിയും കുഴിമന്തിയൊക്കെ അടിച്ച് ഹലാസ് ഇവിടം കൊണ്ട് തീർന്നു. അത് കഴിഞ്ഞിട്ടുണ്ട്. നീ ഉറൂസ് നടത്തി, മറ്റുള്ളതൊക്കെ നടത്തി, നിസ്കരിക്കുന്നില്ല. സുബഹിയില്ല, മഗ്രിബില്ല, ഇശായില്ല. ഒക്കെ ചുമ്മാ ഉറക്കാണ്. ആ സമയത്ത് കിടന്ന് ഉറങ്ങാണ്. യാതൊരു ഫായിദയില്ല, യാതൊരു പ്രയോജനമില്ല. ലക്ഷക്കണക്കിന് രൂപ നീ അതിന് പ്രായച്ചിത്തം കൊടുക്കാൻ നിലകൊണ്ടാലും പൈസ കൊണ്ടുപോലും നിനക്ക് വിലക്ക് വാങ്ങാൻ പറ്റൂല. നിസ്കാരത്തിന് തുല്യം നിസ്കാരം മാത്രം. മനസ്സിലായിക്കോ? അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളൂ. ഏത് തരീഖത്തിൽ നിന്നാലും എന്ത് വേണം? നിസ്കാരം 5 വഖത്ത്. മനസ്സിലായിക്കോ? തരീഖത്ത് എങ്ങനെയുള്ളതാകണമെന്ന് ആദ്യം ഞാൻ പറഞ്ഞു. ശൈഖ് എങ്ങനെയുള്ളതാകണമെന്ന് പറഞ്ഞു. ആദ്യം ഞാൻ ഉണർത്തിയതാണ്. അല്ലാത്തതിനെ പോയി പിടിച്ചിട്ട് അവസാനം എന്റെ എല്ലാം ദുനിയാവും പോയി ആഖിറം പോയി എന്ന് പറഞ്ഞാൽ കരഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായിക്കോ? ഏതായിരുന്നാലും നിസ്കാരം മസ്റ്റാണ്. ഈ 5 വഖത്ത് നമസ്കാരം 17 റക്അത്തിലൂടെ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരേ ചോദ്യം, അഥവാ ഒരു മുഅ്മിൻ 17 വട്ടം നമ്മൾ പോലും അറിയാതെ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്. എന്ത്? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക് എന്നെ നീ തിരിക്കണേ അല്ലാഹ്. അറിയാതെ ചോദിക്കുന്ന കാര്യമാണ് എന്ത്? ഹിദായത്ത്. നമ്മൾ പറയൂലേ ഞാൻ ഇന്ന് ദുആ ഒന്നും ചെയ്തിട്ടില്ല, അത് പറയുന്നത് തെറ്റാണ്. കാരണം നീ 5 വഖത്ത് നിസ്കരിക്കുന്നവനാണെങ്കിൽ നിന്റെ നിസ്കാരത്തിൽ എന്തോതൽ നിർബന്ധമാണ്? ഫാത്തിഹ സൂറത്ത് ഓതൽ നിർബന്ധമാണ്. ഇമാമും ഓതണം, മഅ്മൂമും ഓതണം. അപ്പോൾ ഒരു ദിവസം 17 റക്അത്തിലെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഫർദ് നിസ്കരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ച് 17 പ്രാവശ്യമെങ്കിലും എന്ത് ചോദിക്കുന്നുണ്ട്? ഹിദായത്ത് ചോദിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നീ തിരിച്ചറിയാതെ പോകരുത്. എല്ലാ ദിവസവും നമ്മൾ ചോദിക്കാൻ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. കാരണം എന്താ? അത് അത്രമേൽ പ്രധാനമായ കാര്യമാണ്. അത്രമേൽ പ്രധാനമാണ്. അത് തെറ്റിയാ പോയി. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. നൂറുൻ യഖ്ദിഫുഹുല്ലാഹു അലാ ഖൽബി മൻ യശാഉ. അല്ലാഹു ഉദ്ദേശിച്ചവരുടെ ഹൃദയത്തിൽ അല്ലാഹു കൊടുത്തിരിക്കുന്ന ചെറിയ പ്രകാശമാണ് എന്ത്? ഹിദായത്ത്. എപ്പോ വേണമെങ്കിലും അണഞ്ഞു പോവാം. എത്രയോ ആലിമീങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് സഹോദരങ്ങളെ. കള്ളും കഞ്ചാവും ഒക്കെ ആയിട്ട് അവൻ അവസാനം നഷ്ടപ്പെട്ടു പോയി. എത്രയോ പേര് വ്യാജ തിരീക്കത്തുകൾ പെട്ടുപോയിട്ട് അവർ പരിശുദ്ധ പ്രവാചകനെ തള്ളിപ്പറഞ്ഞവരുണ്ട്. നിസ്കാരത്തെ അവഗണിച്ചു പോയ ആളുകളുണ്ട്. അവസാനം കുഫ്രിയത്തിലേക്ക് പോവാൻ അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് ഞാൻ വലിയ പിള്ളയാണ് എന്ന് പറഞ്ഞ് നടക്കണ്ട. എപ്പോ വേണമെങ്കിലും ഇത് ഇല്ലാതായി പോവാം. ഇതൊരു ചെറിയ പ്രകാശമാണ് എന്ന് എല്ലാ സഹോദര സഹോദരിമാരും മനസ്സിലാക്കി വെക്കിൻ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആയിൽ പെട്ടതായിരുന്നു. എന്താ നബിയുടെ ദുആയിൽ പെട്ടത്?
നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുകയാണ്, യാ മുഖല്ലിബൽ ഖുലൂബി സർഫ് ഖൽബി അലാ ദീനിക യാ മുസർരിഫൽ ഖൽബി സർഫ് ഖൽബി അലാ ദീനിക. ഹൃദയങ്ങളെ തിരിച്ചു കളയുന്നതായ അല്ലാഹ്, എന്റെ ഹൃദയത്തെ പരിശുദ്ധമായ ദീനിലേക്ക് നീ അടിയുറപ്പിച്ച് നിർത്തണേ അല്ലാഹ്. വ്യത്യസ്ത റിവായത്തുകളുണ്ട്. മറ്റൊരു റിവായത്ത്, യാ മുഖല്ലിബൽ ഖുലൂബി സബ്ബിത് ഖൽബി അലാ ദീനിക. അല്ലാഹുവേ, ഹൃദയങ്ങളെ തിരിക്കുന്നതായ നാഥ, എന്റെ ദീനിനെ, എന്റെ പരിശുദ്ധമായ ഈമാനിനെ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തണേ അല്ലാഹ്. എന്റെ ഈമാനിനെ നീ വ്യതിചലിപ്പിക്കല്ലേ അല്ലാഹ്. കാരണം ഇതേതൊരു മനുഷ്യനിലും അല്ലാഹു നൽകിയിരിക്കുന്ന ചെറിയ പ്രകാശമാണ്. എന്തെല്ലാം കേൾക്കുന്നവനാണ് മനുഷ്യൻ, ഏതെല്ലാം കാണുന്നവനാണ് മനുഷ്യൻ, ഏതെല്ലാം ജീവിതത്തിൽ അനുഭവിക്കുന്നവനാണ് മനുഷ്യൻ. അതിനിടയിൽ അവന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകില്ലേ? നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. എപ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്യണേ. കാന മിൻ ദുആഇ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആയിൽ പെട്ടതാണ്, യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ തിരിച്ചു കളയുന്ന അല്ലാഹ്, സബ്ബിത് ഖൽബി അലാ ദീനിക, എന്റേതാകുന്ന ഹൃദയത്തെ ദീനിലേക്ക് നീ അടിയുറപ്പിച്ചു നിർത്തണേ. ദീൻ വിട്ടുകൊണ്ട് വ്യതിചലിപ്പിക്കല്ല അല്ലാഹ്. ദീനിൽ പരിപൂർണമായി അടിയുറച്ച് നിർത്തി തരണേ അല്ലാഹ്.